Hey guys, welcome to the vlog. അവര് ഞങ്ങളെ ഒരു ശംഖുമാലയൊക്കെ ഇട്ട് വെൽക്കം ചെയ്തു. ലീല റാവസ് കോവളത്താണ്. ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ ഒരു 4 ദിവസം കാണും. അപ്പോൾ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ബീച്ചും നല്ല സൂപ്പർ ബീച്ചാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണാം. പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഈ വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് തിരുപ്പതി ബാലാജിയുടെ ഒരു പ്രതിമ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിന് ഏകദേശം ഒരു 15-16 ലക്ഷം രൂപ വരും. ഇത് ഫുൾ ബ്ലാക്ക് സ്റ്റോണും ഗോൾഡും ഡയമണ്ടും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലീല റാവസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 68 ഏക്കറാണുള്ളത്. ഇവിടെ ഏകദേശം 187 റൂംസ് ആണ് ഇവർക്കുള്ളത്. ഡിന്നർ കഴിക്കാൻ വന്നേക്കാണ്. അപ്പം ഡിന്നറിനുള്ള ഏകദേശം കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും എല്ലാം ഉണ്ട് ഇവിടെ. ലൈവായിട്ട് നൂൽപുട്ട് അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് മോസറല്ല ആണല്ലേ? ഓക്കെ. പലതരം അച്ചാറുകളുണ്ട്. ഈ കാണുന്നതെല്ലാം അച്ചാറാണ്. ഇവിടെ നാരങ്ങ ഉണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ബീട്രൂട്ട് അച്ചാറുണ്ട്. അങ്ങനെ നല്ല പല തരം അച്ചാറുകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സുലൈമാനി ടീ അല്ലേ? സുലൈമാനി ടീ ഉണ്ടാക്കാൻ പോവാണ് ചേട്ടൻ. നല്ല ടേസ്റ്റാണ്. നല്ല സുഖം കുടിക്കുമ്പോൾ. എല്ലാ ദിവസവും ഇവിടെ രാത്രി ഓരോ സ്പെഷ്യലായിരിക്കും. ചില ദിവസം നോർത്ത് ഇന്ത്യൻ ആണ്, പിന്നെ ഇറ്റാലിയൻ കാണും, പിന്നെ കോണ്ടിനെൻ്റൽ കാണും. അപ്പം ഇവിടുത്തെ ലീല റാവസ് കോവളത്തെ ഒരു ഷെഫ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഷെഫ് ഇന്നിപ്പം പറഞ്ഞു തരും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസിനെ പറ്റി. എൻ്റെ പേര് ഷിനുകുമാർ, ഞാനിവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്കിവിടെ ലൈവായിട്ടുള്ളത് രാജ് കച്ചൂരി ആൻഡ് ചാർ സ്റ്റേഷനാണ്. രാജ് കച്ചൂരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒരു സ്നാക്സ് ആണ്, ഓൾമോസ്റ്റ് സ്നാക്സ് ആണ്. അതായത് ഇന്ത്യയിലോടൊപ്പം ഒരു സ്ട്രീറ്റ് ഫുഡാണ്.
ഇതാണ് രാജ് കച്ചൂരി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ലൈവ് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഫ്യൂഷൻ ഡാൻസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മിസ്റ്റർ ജിത്തിൻ, റെസ്റ്റോറൻറ്റ് മാനേജറാണ്. Namaste, welcome to the Leela Ravis Kovalam. We have a variation of buffet over here which has got 3 different cuisines that we focus on. We have continental, we have pan-Indian, and we have a regional delicacy. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ചെറിയ പ്ലേ റൂം ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആക്ടിവിറ്റീസും പെർഫോമൻസസും ഒക്കെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസും പെർഫോമൻസസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ വരാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മളുടെ നാട് കാണാൻ എന്ത് രസമാണ്. അതിപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാണുന്നതാണ്, ഇവിടെയാണ് ലീലയിൽ വരുന്ന ഗസ്റ്റിനുള്ള പ്രൈവറ്റ് ബീച്ച്. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് കുറേ തിരക്കായിരിക്കും, അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഈ ഒരു സൈഡിൽ തിരക്ക് കുറവായിരിക്കും, കാരണം ഇവിടെ ഫുള്ള് ലീലയിൽ വരുന്ന ഗസ്റ്റ് മാത്രമായിരിക്കും ഇവിടെ പോകുന്നത്. കഴിഞ്ഞു 4 ദിവസത്തെ ഞങ്ങളുടെ ഈ റിസോർട്ടിലെ സ്റ്റേ അടിപൊളിയായിരുന്നു. നല്ലൊരു റിലാക്സ്ഡ് വെക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല, നല്ല ഫുഡാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ.